നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയിൽ പന്തുരുളാൻ ഒറ്റ ദിവസമാണ് ബാക്കിയുള്ളത്. നാളെയാണ് ഉദ്ഘാടന പോരാട്ടത്തിൽ മലപ്പുറം FCയും ഫോഴ്സ കൊച്ചിയും തമ്മിൽ കൊച്ചിയിലെ JLN സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നത്. ആരാധകരൊക്കെ ആവേശത്തിലേക്ക് മാറിയിരിക്കുന്നു. സൂപ്പർ ലീഗ് കേരളയുടെ ആവേശമാണ് കേരളത്തിലെങ്ങും ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ അലയടിക്കുന്നത്. നമ്മൾ SLKയെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. എല്ലാ വിവരങ്ങളും നമുക്ക് ചാനലിലൂടെ എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ലീഗ് കേരള എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ പ്രൈസ് മണി എന്താണ്, അതിൻ്റെ ട്രോഫിയുടെ കാര്യങ്ങൾ, ഓരോ ടീമിലും എത്ര വിദേശ താരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ടീമിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസ് ഇത് 5ാമത്തെ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കണ്ണൂർ വാരിയേഴ്സ് FCയെക്കുറിച്ചാണ്. കണ്ണൂരിൽ നിന്ന് പോരാളികൾ വരികയാണ് കേരളം പിടിച്ചടക്കാൻ. മികച്ചൊരു നിര അവർക്കുണ്ട്, മികച്ചൊരു കോച്ചുമുണ്ട്. അവരുടെ പരിശീലകൻ മാനുവൽ സാഞ്ചസ്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു വിഷനുണ്ട്. അദ്ദേഹം പറയുന്നത് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇനീഷ്യേറ്റീവാണ്. അത് ഇന്ത്യൻ ഫുട്ബോളിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നൊരു ഇനീഷ്യേറ്റീവാണ്. ഇതിൻ്റെ ഭാഗമാവാൻ, ഈ ജേർണിയുടെ ഭാഗമാവാൻ, കണ്ണൂർ വാരിയേഴ്സ് FCയുടെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞത് ഞാനൊരു ഹോണറായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുമിച്ച് നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാം എന്ന് മാത്രമല്ല, നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഫുട്ബോളിൻ്റെ മാറ്റം, അതിനുള്ള ആ ഒരു റിവലേഷൻ, വരുന്ന ജനറേഷനെ ഇൻസ്പയർ ചെയ്യുന്ന ജനറേഷനെ ഇൻസ്പയർ ചെയ്യുന്ന റെവല്യൂഷന് നമ്മൾ കോൺട്രിബ്യൂഷനാണ് ഇതിലൂടെ നൽകുന്നത്, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്നാണ് മാനുവൽ സാഞ്ചസ് പറഞ്ഞത്. ചുരുക്കത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. ഇത്തവണ അവരുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പക്ഷേ കണ്ണൂരല്ല, മറിച്ച് കോഴിക്കോടാണ്. EMS സ്റ്റേഡിയത്തിലായിരിക്കും അവരുടെ ഹോം മത്സരങ്ങൾ ഉണ്ടാവുക. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ടീമിലെ താരങ്ങൾ ആരൊക്കെയാണ്, വിദേശ താരങ്ങൾ ആരൊക്കെയുണ്ട്, അതുപോലെ മറ്റ് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ടീം ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബിലാൽ ഹുസൈൻ ഖാൻ ഉണ്ട്, അദ്ദേഹം ഗോൾ കീപ്പറാണ്. 1-ാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം കളിക്കുക. വികാസ് നമ്പർ 4 ആയിരിക്കും അദ്ദേഹം ധരിക്കുക, ഡിഫൻഡറാണ്. അതുപോലെ സ്പെയിനിൽ നിന്ന് അവരുടെ കോട്ട കാക്കാൻ വേണ്ടി ആൽവരസ് ഫെർണാണ്ടസ് എത്തുന്നു, അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 5 ആയിരിക്കും. ആദിൽ ഖാൻ ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദിൽ ഖാൻ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും പ്രതിഭാതനായിട്ടുള്ള താരങ്ങളിൽ ഒരാളായിട്ട് കണക്കാക്കിയിരുന്ന ആദിൽ ഖാൻ, അദ്ദേഹം ഈ ഒരു സ്ക്വാഡിലേക്ക് വരുന്നു. ജേഴ്സി നമ്പർ 6 അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഡിഫൻഡറുടെ റോളിൽ കളിക്കും. എലോയ് ഓഡൻസ് മോനിസ് ഉണ്ട്, അദ്ദേഹം സ്പാനിഷ് താരമാണ്. മുന്നേറ്റ നിരയിൽ 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞായിരിക്കും അദ്ദേഹം കളിക്കുക. മുഹമ്മദ് അമീൻ MM 8-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന മധ്യനിര താരമാണ് അദ്ദേഹം. മുഹമ്മദ് ഫഹീസ് 9-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, മുന്നേറ്റ നിര താരമാണ്. അസൈർ ഗോമസ് ആൽവരസ് ഉണ്ട്, സ്പാനിഷ് താരമാണ്, മധ്യനിരയിൽ കളിക്കും. 10-ാം നമ്പർ ജേഴ്സിയിൽ കളി മെനയുക അദ്ദേഹമായിരിക്കും. ഫ്രാൻസിസ്കോ ഡേവിഡ് ഗ്രാൻഡെ സെറാനോ മറ്റൊരു സ്പാനിഷ് താരമാണ്, 11-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, മുന്നേറ്റ നിര താരമാണ്. ഒപ്പം തന്നെ കാമറൂൺ താരമായിട്ടുള്ള ഏണസ്റ്റൻ റൂബിയാസ് ലൗസംബയുണ്ട്, ഇന്ത്യൻ ഫുട്ബോളിൽ കളിച്ച് പരിചയമുള്ള താരമാണ്. 12-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, അദ്ദേഹം മധ്യനിരയിലായിരിക്കും കളിക്കുക. ഒപ്പം തന്നെ മുൻ തിമോത്തി ലൊഗനുണ്ട്, ഇന്ത്യൻ താരം തന്നെയാണ്. 13-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, അദ്ദേഹം ISL അടക്കം ടീമുകൾക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഡിഫൻസിലായിരിക്കും അദ്ദേഹം കളിക്കുക. അലിസ്റ്റർ ആൻ്റണി ഉണ്ട്, അദ്ദേഹം 14-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, മുന്നേറ്റ നിര താരമാണ്. അക്ബർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 15, മുന്നേറ്റ നിര താരമാണ്. മുഹമ്മദ് റിഷാദ് ഗഫൂർ 16-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, മുന്നേറ്റ നിര താരമാണ്. നജീബുണ്ട്, 17-ാം നമ്പർ ജേഴ്സി, മധ്യനിര താരമാണ്. 18-ാം നമ്പർ ജേഴ്സിയിൽ അജയ് PV ആണ് കളിക്കുക, മുന്നേറ്റ നിര താരമാണ്. ഗോകുൽ GSൻ്റേതാണ് 19-ാം നമ്പർ ജേഴ്സി, അദ്ദേഹം ഡിഫൻഡറായിരിക്കും. മുഹീബ് 20-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, മിഡ്ഫീൽഡറാണ്. ലിയാഖത്ത് അലി ഖാൻ ജേഴ്സി നമ്പർ 21, ഗോൾ കീപ്പറാണ്. അഡ്രിയാൻ സാഡ്നിറോ കോൾപ്പ, അദ്ദേഹം സ്പാനിഷ് താരമാണ്, മുന്നേറ്റ നിര താരമാണ്. 22-ാം നമ്പർ ജേഴ്സി അണിഞ്ഞായിരിക്കും കളിക്കുക. പ്രഗ്യാൻ സുന്ദർ ഗൊഗോയി, അദ്ദേഹം മിഡ്ഫീൽഡിൽ കളിക്കും, 23-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും. അശ്വിൻ കുമാർ TK കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി 24-ാം നമ്പർ ജേഴ്സിയിൽ അദ്ദേഹം കളിക്കും, ഡിഫൻഡറാണ്. അജ്മൽ PA കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി 33-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും, ഗോൾ കീപ്പറാണ്.
പിന്നെ പ്രതീഷ് സി 66 നമ്പർ ജേഴ്സിയിൽ കളിക്കും, ഡിഫൻഡറാണ്. അബിൻ എ 77 നമ്പർ ജേഴ്സിയിൽ കളിക്കും, ഡിഫൻഡറാണ്. ഇതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ടീം ലിസ്റ്റ്. ഏതായാലും മികച്ച യുവതാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ആദിൽ ഖാനെ പോലെ പരിചയസമ്പന്നരായിട്ടുള്ള താരങ്ങളുണ്ട്, വിദേശ താരങ്ങളുണ്ട്. ഇവരെല്ലാവരും ചേരുമ്പോൾ മികച്ചൊരു പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കണ്ണൂരുകാർ കാത്തിരിക്കുകയാണ്. ഇനി അവരുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കണ്ണൂരിലല്ല, മറിച്ച് അവരുടെ ഹോം മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ്. അവരുടെ ആദ്യ മത്സരം വരുന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ്. അതായത് പയ്യനാട് സ്റ്റേഡിയം, മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് അവർ തൃശ്ശൂർ മാജിക് FCയുമായിട്ട് കളിക്കുന്നു. സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ് ആ മത്സരം വരുന്നത്. പിന്നെ രണ്ടാമത്തെ മത്സരം വരുന്നത് സെപ്റ്റംബർ 13 EMS സ്റ്റേഡിയത്തിൽ വെച്ച് കളിക്കും. അതായത് കാലിക്കറ്റിൽ വെച്ച് കളിക്കും. സെപ്റ്റംബർ 13 ഫോഴ്സ കൊച്ചിയുമായിട്ട് ഹോം മത്സരം. സെപ്റ്റംബർ 21 അടുത്ത മത്സരം വരുന്നു. ഈ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ്. മത്സരം തിരുവിതാംകൂർ കൊമ്പൻസുമായിട്ടാണ് സെപ്റ്റംബർ 21. ദെൻ സെപ്റ്റംബർ 25 മത്സരം. ആ മത്സരം മലപ്പുറത്ത് വെച്ചിട്ടായിരിക്കും അവർ കളിക്കുക. മലപ്പുറം FCയുമായിട്ട് കളിക്കും. അതിനുശേഷം സെപ്റ്റംബർ 28 EMS സ്റ്റേഡിയത്തിൽ വെച്ച് അവർ കാലിക്കറ്റ് FCയുമായിട്ട് ഏറ്റുമുട്ടും. ദെൻ ഒക്ടോബർ 5 അടുത്ത മത്സരം വരുന്നത്. EMS സ്റ്റേഡിയത്തിൽ തൃശ്ശൂർ മാജിക് FCയുമായിട്ട് അവർ കളിക്കും. അതിന് ശേഷം അടുത്ത മത്സരം വരുന്നത് ഒക്ടോബർ 13 ആ കളിയിൽ ഫോഴ്സ കൊച്ചിയുമായിട്ട് JLN കൊച്ചിയിൽ വെച്ചിട്ട് അവർ കളിക്കും. ഒക്ടോബർ 19 അടുത്ത മത്സരം വരുന്നു. EMS സ്റ്റേഡിയത്തിൽ അവർ കൊമ്പൻസുമായിട്ട്, അതായത് തിരുവനന്തപുരം കൊമ്പൻസുമായിട്ട് കളിക്കും. ഒക്ടോബർ 27 അടുത്ത മത്സരം വരുന്നത്. മലപ്പുറം FCക്കെതിരെയാണ് മത്സരം. EMS സ്റ്റേഡിയത്തിലാണ് കളിക്കുക. ഒക്ടോബർ 31 അടുത്ത മത്സരം. കാലിക്കറ്റ് FCയുമായിട്ട് അവർ കാലിക്കറ്റിൽ വെച്ച് തന്നെ കളിക്കും. ഇതാണ് അവരുടെ ലീഗ് സ്റ്റേജിലെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മത്സരങ്ങളും രാത്രി 7:30 ആരംഭിക്കുക. എന്തായാലും കണ്ണൂരിലെ പോരാളികൾ കേരളം പിടിച്ചടക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.